കാരുണ്യവാനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. മനോഹരമായ ഒരു സാക്ഷ്യം നാം കേട്ട് കഴിഞ്ഞു. വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സംഘടനയുടെ സജീവ പ്രവർത്തകർ, സഭാ സെക്രട്ടറി, സഭാ കമ്മിറ്റി അംഗങ്ങൾ, ചർച്ച് കൊയർ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നത്. കാരണം റിജോഷ് അച്ഛൻ്റെ പിതാവ് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. ഒരുപക്ഷെ ഈ സംഘടനയിൽ ഞാൻ അംഗമാകാനും അതിൽ പ്രവർത്തിക്കുവാനും മുഖ്യ കാരണമായ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ദുഃഖം നിറഞ്ഞ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഈ വേദിയിലിരുന്ന് അദ്ദേഹത്തെ ഓർക്കുവാനും ഒരു സാക്ഷിയായി നിങ്ങളുടെ മുമ്പ് നിൽക്കുവാനും അവസരം നൽകിയ വലിയവനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുള്ള, സാക്ഷിയായി പറയാനുള്ള ആളാണ് ഞാൻ. സമയത്തിൻ്റെ പരിമിതി മൂലം വളരെ ചുരുക്കമായി എൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1993 മുതൽ ഞാൻ ഈ സംഘടനയുടെ സജീവ അംഗമായിരുന്നു. 94 എൻ്റെ വിവാഹം കഴിഞ്ഞു. 95 ഞാൻ ഗവൺമെൻറ് സർവൻ്റായി ജോലിയിൽ പ്രവേശിച്ചു. ഒരു 10 വർഷക്കാലം വളരെ സജീവമായി ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു. 2001 മുതൽ നമ്മുടെ സഭയിലെ സഭാ സെക്രട്ടറിയായും സഭയിലെ സജീവ പ്രവർത്തകനുമായി ഒക്കെ അങ്ങ് മാറി. 2004 മുതൽ ഞാൻ ദൈവത്തിൽ നിന്നും മെല്ലെ അകലാൻ തുടങ്ങി. സംഘടനാ പ്രവർത്തനങ്ങളും സഭാ പ്രവർത്തനങ്ങളും മഹായിടവക രാഷ്ട്രീയവും മറ്റിലുമൊക്കെ പ്രവർത്തിച്ച് ഞാൻ ദൈവത്തിൽ നിന്നും മെല്ലെ അകന്ന് നീങ്ങാൻ തുടങ്ങി. ദൈവത്തെ എത്രമാത്രം ഞാൻ ദൈവത്തെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നകന്നു. മുൻവർഷങ്ങളിൽ സഭകളിൽ സാക്ഷി പറയുവാനും പ്രസംഗിക്കുവാനും സംഘടനകളുടെ യോഗങ്ങളിൽ പ്രസംഗിക്കുവാനും വാർഡ് കൺവെൻഷനുകളിൽ പ്രസംഗിക്കുവാനുമൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ച ഞാൻ ഒരു പരീശനെ പോലെ പയ്യെ മാറാൻ തുടങ്ങി. നല്ല ആരോഗ്യവും നല്ല ശരീരവും ഒക്കെയുള്ള ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അഹങ്കാരവും ധാർഷ്ട്യവുമൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന തലത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരാളിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന എല്ലാ ദുശീലങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ 1993 മുമ്പ് ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്ന ആളാണ് ഞാൻ. എൻ്റെ പപ്പയുടെയും അമ്മയുടെയും സ്നേഹത്തോടു കൂടിയ പരിചരണവും പ്രാർത്ഥനയും ഒക്കെയാണ് എന്നെ ഈ സംഘടനയിലോട്ട് കൊണ്ടുവന്നത്. ഞാൻ മെല്ലെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി യോഗങ്ങളിൽ പങ്കെടുക്കാതെയായി. എൻ്റെ ഓർമ്മയിൽ 2015-14 മറ്റോ എൻ്റെ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ ഈ സംഘടനയുടെ പ്രവർത്തനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്റ്റാൻലി സാറ് എന്നെ വിളിച്ചു. എന്നെ നേരിട്ട് കണ്ട് വിളിച്ചു. ഞാൻ സുവനീറിലൊക്കെ നോക്കിയപ്പോൾ നിങ്ങളുടെ പടമുണ്ട്, നിങ്ങളിലെ സജീവ മെമ്പറായിരുന്ന ആളാണ്, എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഞാൻ വരും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോയില്ല. മാത്രമല്ല, തുടർന്ന് സമേത സംഘത്തിൽ പ്രവർത്തിക്കാതെയും വെറും സഭാകാര്യവും സംഘടനാകാര്യവും ചർച്ച രാഷ്ട്രീയവും ഒക്കെ കളിച്ച് അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെ ജീവിക്കുകയായിരുന്നു. 2019 ജൂലൈ 18 എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ കാട്ടാക്കടയ്ക്കടുത്തുള്ള കിള്ളിയിൽ വെച്ച് ഒരു ആട്ടോയുമായി എൻ്റെ ബൈക്ക് ചെറുതായിട്ടൊന്ന് തട്ടി.
ചെറിയൊരു തട്ടാണ്. പെട്ടെന്ന് അടുത്തുള്ള ഒരു കോൺക്രീറ്റ് ഓടയിലേക്ക് ഞാൻ മറിഞ്ഞു വീണു. എൻ്റെ തല ഓടയിൽ അടിച്ചു, സൈഡിലടിച്ചു. സ്പൈനൽ കോഡ് തകർന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഇനി കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ള എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ശരീരം ഫുള്ളായിട്ട് തളർന്നുപോയി. ഒരു ചെറു വിരൽ പോലും അനങ്ങാത്ത പോലെ ശരീരം ഫ്ലാറ്റായി. അവിടെ കൂടിയ ചില ചെറുപ്പക്കാരെന്നെ പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എൻ്റെ സുഹൃത്താണ് ഡോക്ടർ റോസ്ബിസ്റ്റ്, നേരത്തെ മുൻ നമ്മുടെ മഹാഡോ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇതറിഞ്ഞ് പെട്ടെന്ന് അവിടെ എത്തി. രാത്രി തന്നെ MRI എടുത്തപ്പോൾ രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല എന്ന് അദ്ദേഹം എൻ്റെ ഭാര്യയോടും എൻ്റെ സഹോദരങ്ങളോടും പറഞ്ഞു. 1% ഹോപ്പ് മാത്രമേ ഉള്ളൂ, മരണം നിശ്ചയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എൻ്റെ പുറകിലുള്ള സ്പൈനൽ കോഡിൻ്റെ നട്ടലിൽ 4ാമത്തെ കശേരു ഡിസ്ലൊക്കേഷനായി. അതിനകത്തുകൂടെ സ്പൈനൽ കോഡ് കടന്നു പോകുന്നിടം ജാമായി. 48 മണിക്കൂറിനുള്ളിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് അത് ശരിയാക്കിയില്ലെങ്കിൽ മരണം നിശ്ചയമാണ് എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താൽ 1% ഹോപ്പാണ്. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ബന്ധുക്കളുമൊക്കെ ആ 1% ഡോക്ടറോട് പറഞ്ഞു, റോസ്ബിസ് ഡോക്ടറോട് പറഞ്ഞു അത് ചെയ്യാം എന്ന് പറയും. ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ സർജറി ചെയ്ത പലരും മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സർജറി ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടായി. പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാം എന്ന് തീരുമാനമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ രാവിലെ 9 മണിക്ക് എന്നെ ഓപ്പറേഷന് വേണ്ടി വിധേയനാക്കി. എൻ്റെ പുറം തല മുതൽ മുതുക് വരെ വലിയൊരു ഓപ്പറേഷനാണ് ചെയ്തത്. അതേസമയം എൻ്റെ മാതൃ ഇടവകയിൽ അച്ഛൻ ഇക്കാര്യം എല്ലാവരോടും പറഞ്ഞു. സഭാവിശ്വാസികൾ ഒന്നടങ്കം സഭയിലെത്തി. എനിക്ക് തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ നടക്കുമ്പോൾ അതേസമയം മാതൃ ഇടവകയായ എൻ്റെ മണലി CSI സഭ വളരെ ശ്രദ്ധയോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ തീരുവോളം വൈകുന്നേരമോളം പ്രാർത്ഥന നീണ്ടുപോയിക്കൊണ്ടിരുന്നു. ഓപ്പറേഷന് ശേഷം റോസ്ബിസ് ഡോക്ടർ എന്നോട് പിറ്റേ ദിവസം ഓർമ്മ വന്നു. എന്നോട് പറഞ്ഞു, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്, ഒരു അനക്കമുണ്ടോ എന്ന് ചോദിച്ചു. ശരീരത്തിൽ ഒരിടത്തും ഒരനക്കവും ഇല്ലായിരുന്നു. ഞാൻ വളരെ ദയനീയമായി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒരനക്കവുമില്ല ശരീരത്തിൽ. വളരെ വിഷണ്ണനായി അദ്ദേഹം എൻ്റെ കവിളിൽ തട്ടിയിട്ട്, കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. 15 ദിവസം അവിടുത്തെ ICUവിൽ ഞാൻ അഭയം പ്രാപിച്ചു. ഈ 15 ദിവസവും എനിക്ക് അനക്കമില്ലായിരുന്നു. അവിടെ നിന്ന് വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ മാറ്റി. എൻ്റെ ഭാര്യയുടെ ചേച്ചി അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറ്റി. എല്ലാവരുടെയും പ്രാർത്ഥനയും അതോടൊപ്പമുള്ള സഹകരണവും എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സഭയിലെ യുവാക്കൾ ഇരിക്കുന്നവരൊക്കെ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഈ 2 പേര് വീതം ഡെയിലി എൻ്റെ ജീവന് വേണ്ടി അവിടെ എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നു. സ്നേഹമുള്ളവരെ, അവിടെ എത്തി അതിൻ്റെ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്ത സ്ഥലം, ഓപ്പറേഷൻ സർജിക്കൽ സൈറ്റ് എന്ന് പറയും, അവിടെ പഴുപ്പ് അനുഭവപ്പെട്ടു. ഇൻഫെക്ഷനായി. ഭയങ്കരമായ പനി എനിക്ക് ബാധിച്ചു. തീർച്ചയായും ഞാൻ മരിച്ചു പോകും എന്ന് ഉറപ്പായി. എന്നെ അവിടുത്തെ ICUവിലേക്ക് പ്രവേശിപ്പിച്ചു. എൻ്റെ സഭയും കുടുംബവും സമൂഹവും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശരീരത്തിലൊരു അനക്കവുമില്ല. ഞാൻ ICU യൂണിറ്റിൽ പ്രവേശിച്ചപ്പോൾ ഒരു സിസ്റ്റർ അവിടെ എൻ്റെ മുന്നിലെത്തി. സിസ്റ്റർ ആശ. അവരെന്നോട് ചോദിച്ചു, അങ്കിൾ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഞാൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യണം, എന്നെ ഒന്ന് അബോധാവസ്ഥയിലാക്കണം. എനിക്കിരിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ശരീരം മുഴുവനും ഭയങ്കരമായ വേദനയാണ്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയും ഭയങ്കരമായ മരവിപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കും. ദയവായി എന്നെ ഒന്ന് മയക്കി കിടത്തണം എന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഭയിലെ യുവാക്കൾ, ഞാൻ പുറത്ത് ആശുപത്രിയിൽ റൂമിലായിരിക്കുമ്പോൾ എൻ്റെ കാലിലും കയ്യിലുമൊക്കെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും, രാത്രിയും പകലും. എപ്പോഴെങ്കിലും അവർ ആ മസാജ് നിർത്തുമ്പോൾ
പെട്ടെന്ന് ഞാൻ ഭയങ്കരമായി നിലവിളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്രയ്ക്ക് അസ്വസ്ഥതയായിരുന്നു. അവർ എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു ദിവസമായിരുന്നു അത്. അവരെന്നോട് ഒരു 2 മിനിറ്റ് 1.5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അങ്കിൾ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ വയറിലും എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തുമൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ്, മൊത്തത്തിൽ ഒരു അല്പം ആശ്വാസമുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. അവരെൻ്റെ വയറിൽ കൈവച്ച് വീണ്ടും പ്രാർത്ഥിച്ചു. പതുക്കെയല്ല, ഉറക്കെ പ്രാർത്ഥിച്ചു. ആ ഐസിയുണ്ടായിരുന്ന രോഗികളൊക്കെ ഉണ്ടായിരുന്നു, അവരതൊന്നും നോക്കിയില്ല. അവർ 2 കൈയും എൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ചു. നോക്കൂ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ശക്തനായ ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ റൂമിലായിരുന്നു. എൻ്റെ പനി മെല്ലെ കുറയാൻ തുടങ്ങി. എനിക്ക് കൊളസ്ട്രോൾ എന്ന് പറയുന്നൊരു ഇഞ്ചക്ഷൻ, വളരെ ഹെവിയായ വളരെ വിലയുള്ള ഒരു ഇഞ്ചക്ഷൻ, ഡെയിലി 4 എണ്ണം ഇതെങ്ങനെ എടുക്കുമായിരുന്നു. ആ ഇഞ്ചക്ഷൻ ക്രമേണ കുറച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പനി മെല്ലെ മാറി, എൻ്റെ രൂപമൊക്കെ മാറി. 116 കിലോ വെയിറ്റുള്ള ഒരാളായിരുന്നു ഞാൻ. ഇവർക്കൊക്കെ അറിയാം, വളരെ ഭയങ്കര തടിയും വളരെ തൻ്റെ ഇടവും ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എനിക്ക് താടി വളർന്നു, എൻ്റെ തലമുടിയൊക്കെ വളർന്നു. ഞാൻ ഒരു വളരെ മ്ലേച്ഛനായ ഒരു മനുഷ്യനായി അങ്ങ് മാറി. അങ്ങനെ ഇരിക്കെ നമ്മുടെ ബിഷപ്പ് തിരുമനസ് എന്നെ കാണാൻ അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായി വന്ന് എന്നെ കണ്ട്. അപ്പോൾ ഞാൻ പാസ്റ്റർ ബോർഡ് മെമ്പറാണ്, അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് തിരുമേനി പറഞ്ഞു, നിങ്ങളിവിടെ കിടന്നാൽ പോരാ, വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറണം. ഞാൻ തിരുമേനിയോട് പറഞ്ഞു, എൻ്റെ സാമ്പത്തിക സ്ഥിതി അതിനെന്നെ അനുവദിക്കുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അക്കാര്യവും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് തിരുമേനി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയി. ഞാനത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരികെ വന്നിട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ചാപ്ലനായിരുന്ന ജിം റോബർട്ട് MR പോൾ അച്ഛനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ് ശുപാർശ ചെയ്തു. അച്ഛൻ നാട്ടിലെത്തി. അച്ഛനും ബിഷപ്പമ്മയുമായി എന്നെ കാണാനെത്തി. എന്നോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പോകാൻ റെഡിയാവണം, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഭയങ്കരമായ പ്രാർത്ഥനയുടെയും എല്ലാവരുടെയും ത്യാഗത്തിൻ്റെയും ആ ഒരു കഥയാണ് എനിക്കപ്പോൾ നിങ്ങൾ പറയാനുണ്ടായിരുന്നത്. എന്നെ പെട്ടെന്ന് വെല്ലൂരിലേക്ക് മാറ്റി. 3 മാസക്കാലം ഞാൻ വെല്ലൂരിലെ ചികിത്സയിലായിരുന്നു. 6 പേര് ചേർന്ന് എന്നെ എടുത്താണ് കൊണ്ടുപോകുന്നത്. ഒരു പുതപ്പിൽ കിടത്തി 3 പേരപ്പുറത്ത് 3 പേരിപ്പുറത്തുമായി നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുമായിരുന്നു. വെല്ലൂരിലെ 3 മാസത്തെ ചികിത്സയിൽ ഞാൻ ദൈവത്തോട് ആദ്യമായി നിലവിളിച്ചു. ദൈവമേ, ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഞാൻ ആ സമയം എൻ്റെ മനസ്സ് തകർന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ അവസ്ഥയിൽ ഞാൻ തിരികെ വീട്ടിലെത്തിയാൽ എന്നെ ആര് സഹായിക്കും? ഒരു കിടരോഗിയായി ഞാനിങ്ങനെ മാറിയാൽ എൻ്റെ ജീവിതം എന്തായിത്തീരും? ദൈവമേ, എന്നോട് കനിയണമേ എന്ന് ഞാൻ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. 3 മാസം കഴിഞ്ഞപ്പോൾ വീൽ ചെയറിൽ സഞ്ചരിക്കാവുന്ന ഒരു അവസ്ഥയിലായി. അപ്പോഴും എൻ്റെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ ബർമുടയിൽ പൊക്കി വീൽ ചെയറിൽ ഇരുത്തി എന്നെ ഇങ്ങനെ ഉരുട്ടുന്ന ഒരു അവസ്ഥയിൽ എത്തി. 3 മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. തുടർന്നും ഫിസിയോതെറാപ്പിയും പ്രാർത്ഥനയും ഒക്കെ എനിക്ക് നടന്നുകൊണ്ടിരുന്നു. ആ സമയം എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമായിരുന്നു. എനിക്ക് 3 മക്കളാണ്. ഞാൻ ആക്സിഡൻ്റ് ആകുമ്പോൾ എൻ്റെ മൂത്ത മകൾ MBBSൻ്റെ 3ാമത്തെ വർഷം പഠിക്കുകയാണ്. എൻ്റെ 2ാമത്തെ മകൾ LLB ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവരുടെ വിദ്യാഭ്യാസം എല്ലാം തകർന്നു പോകും എന്ന് ഞാൻ പേടിച്ചു. പക്ഷേ ഞാൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തിരുമേനി എന്നെ എല്ലാ ദിവസവും വിളിച്ച് ശക്തമായിരുന്നോ, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, ദൈവം പ്രവർത്തിക്കും, നീ ധൈര്യമായി മടങ്ങി വരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. തിരികെ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എൻ്റെ 2ാമത്തെ മകളെ ബിൽസ് ഹോസ്റ്റലിൽ നിർത്തി കോളേജിൽ പോകാനുള്ള സംവിധാനം ചെയ്തു. ഇന്നുവരെയും അദ്ദേഹം ആ കരുതലോടെ എൻ്റെ മകളുടെ വിദ്യാഭ്യാസം നോക്കുന്നു. അവൾ ഫൈനൽ ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, LLB. എൻ്റെ മൂത്ത മകൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ വർഷം കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ട്, കല്യാണം കഴിച്ചയാൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫാണ്.
എൻ്റെ ഇളയ മകൻ 10ാം ക്ലാസ്സിൽ ആയിരുന്നു അന്ന്. ഇന്ന് ഈ തിങ്കളാഴ്ച മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിലോസഫി ഡിഗ്രിക്ക് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് അവിടെ പഠിക്കുന്നു. എൻ്റെ മക്കളുടെ കാര്യമെല്ലാം ദൈവം കരുതി. എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കി. എന്നെ ശുശ്രൂഷിക്കുവാൻ എൻ്റെ സഭയിലെ ഇതുപോലുള്ള സുഹൃത്തുക്കൾ അവരെല്ലാം നിരന്തരം എൻ്റെ വീട്ടിൽ വരും. എന്നെ എടുത്ത് പുറത്ത് കൊണ്ടുപോകും, എന്നെ നടത്തും, എനിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും. എന്നെ അവർ തൂക്കിയെടുത്ത് നടത്തും. എൻ്റെ ചേട്ടനും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ എനിക്ക് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്നു. സ്നേഹമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും വെല്ലൂരേക്ക് പോകാൻ തിരുവേനിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ പോകാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കുളച്ചലിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ 1 മാസത്തെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ അഭയം പ്രാപിച്ചു. ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ പറഞ്ഞു. ദൈവമേ, എനിക്ക് നടക്കണം. എനിക്ക് ഇനി എൻ്റെ ശിഷ്ടജീവിതം, ഇനിയുള്ള ജീവിതം ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എഴുന്നേറ്റ് നടന്നാൽ ഞാനൊരു സാക്ഷിയായി മാറും. എൻ്റെ അഹങ്കാരവും എൻ്റെ ധാർഷ്ട്യവുമൊക്കെ തീർന്നു കർത്താവേ, ഇനി ഞാനൊന്നുമില്ല. കാലും കൈയും അനങ്ങാത്തവനായി ഇങ്ങനെ ഒരു മനുഷ്യനായി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കും. ഞാനിതൊരു സാക്ഷ്യമാണ്. ഞാൻ ഈ വീൽ ചെയറിലിരിക്കുന്നത് സാക്ഷ്യമാണ്. എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ ഇന്നലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചത്, ഒരാളിന് രൂപാന്തരം ഉണ്ടായാൽ മതി. ഒരേ ഒരു മനുഷ്യന്, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണ് ഞാൻ ആരെയും കൂസാതെ, എല്ലാവരെയും ആരെയും മൈൻഡ് ചെയ്യാതെ, ആരുടെ മുമ്പിൽ തലകുനിക്കാതെ നടന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് ഞാൻ വീൽ ചെയറിലിരുന്ന് പലരുടെയും ആശ്രയത്തോടെ, പരസഹായത്തോടെ ഞാൻ ജീവിക്കുകയാണ്. ഇനി അന്ന് കൈയടിച്ച് പാടുമ്പോൾ ഞാൻ അഹന്തയോടെ ദൂരെ നോക്കി നിൽക്കും. ഇന്നെനിക്ക് കൈയടിച്ച് പാടണമെന്നുണ്ട്. കഴിയുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റ് ഏറ്റുപറഞ്ഞ് ഞാൻ മാപ്പ് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തെക്കൻ തിരുവിതാംകൂർ സ്വമേധ സംഘത്തിൻ്റെ സജീവ അംഗമായിരുന്ന ആളാണ്. ഓർമ്മ വന്നു. ക്ഷമിക്കുക. പിറ്റേ ദിവസം ഞാൻ സ്റ്റാൻലി സാറിനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എനിക്കിപ്പോൾ എണിച്ച് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പക്ഷേ അടുത്ത മാസം ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ സംഘത്തിൽ പ്രവർത്തിക്കാനെത്തും എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ മാസത്തെ യോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അവിടെ സാക്ഷി പറഞ്ഞു. ഈ മാസം ആലുള്ള സഭയിലാണെന്ന് പറഞ്ഞു. ഞാനിതാ നിങ്ങളുടെ മുന്നിലെത്തി. സ്നേഹമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം, യോനയോട് ദൈവം പറഞ്ഞത് നിനവയിൽ പോകാനാണ്. യോന പോയതോ തർസീസിലേക്ക്. യോനയെ 3 ദിവസം സമുദ്രത്തിൽ മത്സ്യത്തിൻ്റെ അകത്ത് വെച്ച് ദൈവത്തോട് അയ്യം വിളിപ്പിച്ച് യോനയെ ദൈവം വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിച്ചുവെങ്കിൽ എന്നെ 3 വർഷങ്ങൾ ദൈവം അയ്യം വിളിപ്പിച്ചു. ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഇതാ ഈ പരിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാനുള്ള അവസരം എനിക്ക് നൽകി. ഞാനിപ്പോൾ നെയ്യാർ ഡാം സെക്ഷനിലെ ഇറിഗേഷനിലെ ഓവർസിയറായി ജോലി ചെയ്യുന്നു. എനിക്ക് 80% പെർമനൻ്റ് ഡിസബിലിറ്റി ഉണ്ട്. പക്ഷേ എന്നെ സുഹൃത്തുക്കൾ ഇതുപോലെ ഓഫീസിലെത്തിക്കും. ഞാൻ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യും. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ ഒരു മിൽക്ക് സൊസൈറ്റിയിലെ സെക്രട്ടറിയാണ്. എനിക്ക് അമ്മയുണ്ട്. എൻ്റെ പിതാവ് മരിച്ചുപോയി. ഞങ്ങൾ 2 സഹോദരങ്ങളാണ്. വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. എൻ്റെ മക്കളെല്ലാവരും ഇന്ന് വൈകുന്നേരത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ സാക്ഷി പറഞ്ഞിട്ട് പെട്ടെന്നെത്തും എന്നവരോട് പറഞ്ഞു. ഇന്നും നാളെയും ഒക്കെ എല്ലാവരും വീട്ടിലുണ്ട്. ഞായറാഴ്ചത്തെ പള്ളിയുടെ ആരാധന കഴിഞ്ഞ് എല്ലാവരും പോകുള്ളൂ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. തുടർന്ന് ഞാൻ ഇത്തരത്തിൽ വീൽ ചെയറിലിരുന്ന് ദൈവത്തെ ആരാധിക്കും. ദൈവം എന്നെനിക്ക് എഴുച്ചു നിന്ന് സാക്ഷി പറയാനുള്ള അവസരം തരുന്നുവോ അതുവരെ ഞാൻ ഒരു സാക്ഷിയായി നിൽക്കും. അച്ഛൻ പറഞ്ഞു, പണ്ടത്തെക്കാളും സന്തോഷത്തോടുകൂടെ ജയനണ്ണൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യമാണ്. എനിക്ക് നേരത്തെക്കാളും സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ. ദൈവം വലിയവനാണ്, താങ്ങുന്നവനാണ്, തലോടുന്നവനാണ്, ആശ്വസിപ്പിക്കുന്നവനാണ്, നമ്മുടെ പാവങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കുന്നവനാണ്.
പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ ഈ വാക്കുകൾ കേട്ട് ആരെങ്കിലും ഒരാളെങ്കിലും എന്നെപ്പോലെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് ദൈവത്തോട് അടുക്കുക. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.